ഹലോ, വെൽക്കം ബാക്ക്. ഇനി വരാൻ പോകുന്ന KAS സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഈ രണ്ട് പരീക്ഷകളിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്. അറൈവൽ ഓഫ് യൂറോപ്യൻസിലെ അറൈവൽ ഓഫ് പോർച്ചുഗീസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ക്ലാസ്സിൽ നമ്മുടെ SCERTയിലെ എല്ലാ പോയിന്റ്സും അതുപോലെ തന്നെ NCERTയിൽ പറയുന്ന പോയിന്റ്സും കേരള PSC തുടർച്ചയായി ആവർത്തിക്കുന്ന പോയിന്റ്സ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള. ആ പോയിന്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ക്ലാസ് ആണിത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, കേരളത്തില് 1500-600 ഈ ഒരു കാലഘട്ടത്തില് പല വിദേശികളും കേരളത്തിലോട്ട്, ഇന്ത്യയിലോട്ട് കടന്നു വരികയും കച്ചവട ബന്ധം സ്ഥാപിക്കുകയും ഇനി ചിലവര് ഇവിടുത്തെ ഭരണം തന്നെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തില് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വിദേശികൾ അറബികളാണ്. അറബികൾ മാത്രമല്ല, മറ്റു രാജ്യക്കാരും ഉണ്ട്. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വിദേശികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറബികളായിട്ടാണ് കണക്കാക്കുന്നത്. കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. ചൈനക്കാരുമായിരുന്നു. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വിദേശികൾ അറബികളാണ്. വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലുള്ളവർ ആരൊക്കെയായിരുന്നു? അറബികളും ചൈനക്കാരുമായിരുന്നു. ഇനി യൂറോപ്യന്മാർ എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് എത്താനുള്ള കാരണം, അതിലോട്ടാണ് നമ്മൾ വരുന്നത്. കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു നമ്മൾ പറഞ്ഞു. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നത് ആരുടെ ലക്ഷ്യമായിരുന്നു? പോർച്ചുഗീസുകാരുടെ ലക്ഷ്യമായിരുന്നു. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് കൊണ്ട് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. കോഴിക്കോടിന്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളം ഉറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിച്ചു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഇടയായി വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം, ആ ഒരു ഫാക്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ ആണ് പറഞ്ഞത്. പോർച്ചുഗീസുകാർ എന്തുകൊണ്ടാണ് കൊച്ചി കേന്ദ്രമാക്കാനുള്ള കാരണം, കൊച്ചിയിൽ എന്തുകൊണ്ട് അവരുടെ ബേസിസ് ആക്കാനുള്ള കാരണം എന്ന് പറയുന്ന ഇതാണ്. എന്തായിരുന്നു കാരണം? അറബികളുടെയും ചൈനക്കാരുടെയൊക്കെ വ്യാപാര കുത്തക ഇവിടെ നിന്ന് നഷ്ടമാക്കുക എന്നത് പോർച്ചുഗീസുകാരുടെ ലക്ഷ്യമായിരുന്നു, അല്ലെ? അപ്പൊ അതിന് വേണ്ടി സാമൂതിരിയോട് ആവശ്യപ്പെട്ടപ്പോൾ സാമൂതിരി ആ ആവശ്യം നിരാകരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? കോഴിക്കോടിന്റെ ശത്രുരാജ്യമാണ് കൊച്ചി. കൊച്ചിയിൽ താവളം ഉറപ്പിച്ച് ആധിപത്യം ഉറപ്പിക്കാൻ പോർച്ചുഗീസുകാര് തുടങ്ങി. ഇന്ത്യയിൽ ആധിപത്യ യൂറോപ്യ ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. നമുക്കറിയാം, യൂറോപ്യന്മാരെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ ആദ്യം വന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും, ഇവരെല്ലാവരെയും ചേർത്തിട്ട് ഇവരെല്ലാവരും യൂറോപ്യന്മാരാണ്. അപ്പൊ യൂറോപ്യന്മാരിൽ ആദ്യം വന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ ശക്തിയും പോർച്ചുഗീസാണ്. 1961 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. ഇതിനെ എന്ത് പറയും? ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1961 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത്. ഇതിനെ എന്ത് പറയും? ഓപ്പറേഷൻ വിജയ് എന്ന് പറയും. കടൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ വാസ്കോഡ് ഗാമയായിരുന്നു. ഓക്കെ. അപ്പോ ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസായിരുന്നു. പോർച്ചുഗീസുകാരിൽ കടൽ മാർഗം എത്തിയ ആദ്യ വ്യക്തി ആരായിരുന്നു? വാസ്കോഡ് ഗാമയായിരുന്നു. അദ്ദേഹത്തിന് അയച്ചത് ഡോം മാനുവൽ രാജാവായിരുന്നു. ഓക്കെ. വാസ്കോഡ് ഗാമ 3 തവണ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് ഈ പോയിന്റ് ആണ്. ഏത് വർഷത്താണ് ആദ്യമായി എത്തിയത്? വൈസ്രോയിയായി, ഗവർണറായി എപ്പോഴാണ് എത്തിയത്? അവസാനമായി എത്തിയത് എപ്പോഴൊക്കെയാണെന്ന്. അപ്പൊ 3 വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 തവണ വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ആദ്യമായി എത്തിയത് എപ്പോഴാണ്? 1498, രണ്ടാമത് 1502, മൂന്നാമത് 1524. 3 വർഷം ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം വന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് കാപ്പാടാണ്. ആ കാപ്പാട് ഏത് കടപ്പുറത്തായിരുന്നു? പന്തലായനി കടപ്പുറത്തായിരുന്നു. ഇത് ഇപ്പോഴത്തെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അദ്ദേഹം വന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ ആണ്. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വന്നത്. 1524 അദ്ദേഹം വൈസ്രോയി ആയി ഇന്ത്യയിൽ എത്തിയത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് അദ്ദേഹം വൈസ്രോയി ആയി എത്തിയത്. വർഷം 1524. അദ്ദേഹം മരിച്ചതും 1524 ഡിസംബർ 24. അദ്ദേഹത്തിനെ ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്.
പിന്നീട് 1539 അദ്ദേഹത്തിന്റെ ഈ ശരീരത്തിനെ എവിടോട്ട് കൊണ്ടുപോയി? പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിന് പറയുന്ന ചില വിശേഷണങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വാസ്കോഡ് ഗാമയാണ്. വാസ്കോഡ് ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയാണ്. ഓക്കെ, വാസ്കോഡ് ഗാമ വന്നത് എവിടെയാണ്? ആദ്യം വന്നത് കോഴിക്കോടാണ്. പിന്നെ എന്താണ്? അദ്ദേഹം മരിച്ചത് എവിടെ വെച്ചിട്ടാണ്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ഥലം, വാസ്കോഡ് ഗാമ എന്നുള്ള പേരിലുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയ വ്യക്തിയാണ് കബ്രാൾ, അൽവാരസ് കബ്രാൾ എന്ന് പറയും. കബ്രാളാണ് കൊച്ചിയിലെ പാണ്ഡകശാല സ്ഥാപിച്ചത്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി വന്ന ആദ്യ നാവികൻ ആരായിരുന്നു? ബെർത്തലോമിയോ ഡയസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ആഫ്രിക്കയിലെ ഹോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മുനമ്പുണ്ട്. അത് ചുറ്റി ആദ്യമായി വന്ന നാവികനാണ്. അദ്ദേഹം റൂട്ട് കണ്ടുപിടിച്ച് ആദ്യമായി വന്നത് ബെർത്തലോമിയോ ഡയസ് ആണ്. ബെർത്തലോമിയോ ഡയസിന് ശേഷമാണ് ആര് വരുന്നത്? വാസ്കോഡ് ഗാമ വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. അവസാനം പോയത് അവരാണ്. 1961 ഗോവ പിടിച്ചെടുക്കുന്നു. കടൽ മാർഗം ആദ്യം എത്തിയ പോർച്ചുഗീസുകാരൻ ആരായിരുന്നു? വാസ്കോഡ് ഗാമയായിരുന്നു. അദ്ദേഹത്തിന് അയച്ചത് ഡോം മാനുവൽ രാജാവായിരുന്നു. 3 തവണ വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളാണ്? 1498, 1502, 1524. അദ്ദേഹം വന്ന സ്ഥലമാണെങ്കിൽ കോഴിക്കോട് കാപ്പാടാണ്. പന്തലായനി കടപ്പുറത്തായിരുന്നു. ഇപ്പോൾ ഏത് പഞ്ചായത്താണ്? ചേമഞ്ചേരി പഞ്ചായത്താണ്. അദ്ദേഹം വന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ ആണ്. ഇനി 1524 അദ്ദേഹം വൈസ്രോയി ആയി ഇന്ത്യയിൽ എത്തിയത് 1524. ഇനി അദ്ദേഹം മരിച്ചതാണെങ്കിലോ ആ വർഷം തന്നെ 1524 ഡിസംബർ 24 മരിച്ചത്. അദ്ദേഹത്തിനെ അടക്കം ചെയ്ത പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ് കൊച്ചിയില്. പിന്നീട് അദ്ദേഹത്തിന്റെ ശരീരം 1539 പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി, അധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഇനി വാസ്കോഡ് ഗാമ എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാരായിരുന്നു? കബ്രാൾ, അൽവാരസ് കബ്രാൾ ആയിരുന്നു. കബ്രാളാണ് കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ചത്. ഇനി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി വന്ന ആദ്യ നാവികൻ ആരായിരുന്നു? ബെർത്തലോമിയോ ഡയസ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഡി അൽമേഡ എന്നും പറയും, ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്നും പറയും. അപ്പൊ ചില പുസ്തകങ്ങളിൽ ഡി അൽമേഡ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഡി അൽമേദ എന്നും പറയുന്നുണ്ട്. അൽമേദ എന്ത് തന്നെയാണെങ്കിലും ആദ്യത്തെ വൈസ്രോയി ആണ് പോർച്ചുഗീസുകാരുടെ എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അദ്ദേഹം. ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഓക്കെ, അപ്പൊ ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്ന അദ്ദേഹമാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അദ്ദേഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിച്ചതും അദ്ദേഹമാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നു. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച അദ്ദേഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിച്ചതും ഒക്കെ ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരുന്നു. ഇനി രണ്ടാമത്തെ വൈസ്രോയി ആണ്, വളരെ പ്രധാനപ്പെട്ട വൈസ്രോയി ആണ് അൽഫോൺസോ ഡി അൽബർകുക്ക്. ഓക്കെ, വെറും അൽബർകുക്ക് എന്നും പറയാറുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയിരിക്കും വരുന്നത്. എന്തായിരുന്നാലും അൽഫോൺസോ ഡി അൽബർകുക്ക് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നോക്കാം. പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയിൽ യഥാർത്ഥമായി സ്ഥാപിച്ച വ്യക്തിയായിരുന്നു അൽഫോൺസോ ഡി അൽബർകുക്ക്. നമ്മൾ നേരത്തെ കണ്ടു ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരുന്നു ആദ്യത്തെ വൈസ്രോയി ആണെങ്കിലും ശരിക്കും അവരുടെ ഒരു സാമ്രാജ്യം ഇവിടെ സ്ഥാപിച്ച പ്രധാന വ്യക്തിയായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അദ്ദേഹം രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ഇനി പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ആണ് അദ്ദേഹത്തെ കുറിച്ചുള്ളത്. സതി നിരോധിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യക്കാരെ സേനയിൽ ചേർത്ത വ്യക്തിയാണ്. ഇന്ത്യയിൽ കോളനി വൽക്കരണം കൊണ്ടുവന്നു. ഓക്കെ, ഈ കോളനി വൽക്കരണത്തിലൂടെ അദ്ദേഹം മിശ്ര വിവാഹത്തിന് പ്രോത്സാഹിപ്പിച്ചു. അതായത് പോർച്ചുഗീസിലുള്ള സേനയിലാണെങ്കിലും പോർച്ചുഗീസുകാരുടെ ഒഫീഷ്യൽസും ഈ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആൾക്കാരും തമ്മിൽ മിശ്ര വിവാഹം നടത്താൻ, അങ്ങനെ മിക്സഡ് കോളനിയൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. ഗോവ ബിജാപൂർ സുൽത്താനിൽ നിന്നും പിടിച്ചെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. പോർച്ചുഗീസ് രാജാക്കന്മാരുടെ ബാഡ്ജ് ആലേഖനം ചെയ്തതായ സ്വർണം, വെള്ളി, വെങ്കല നാണയങ്ങൾ അദ്ദേഹം
പുറത്തിറക്കി. ഓക്കെ, അപ്പോൾ പിന്നെന്താണ്, മാനുവൽ കോട്ട പണികഴിപ്പിച്ചു. ഈ മാനുവൽ കോട്ടയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ പണികഴിപ്പിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. അതുപോലെ തന്നെ യൂറോപ്യന്മാർ പണികഴിപ്പിച്ച് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു ഇതാണ് എന്ത്, മാനുവൽ കോട്ട. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അൽഫോൺസോ ഡി ആൽബർക്വിക്കിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണെന്ന് ഒരു പ്രാവശ്യം കൂടി നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം ഉറപ്പിച്ച വ്യക്തിയാണ് അൽഫോൺസോ ഡി ആൽബർക്വിക്ക്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. സതി നിരോധിച്ച വ്യക്തിയാണ്. ഇന്ത്യക്കാരെ സേനയിൽ ചേർത്തു അദ്ദേഹം. ഇന്ത്യയിൽ കോളനി വൽക്കരണം കൊണ്ടുവന്ന വ്യക്തിയാണ്. മിക്സഡ് മാരേജസ്, മിശ്ര വിവാഹം കൊണ്ടുവന്ന അദ്ദേഹം. ഗോവ ബിജാപൂർ സുൽത്താനിൽ നിന്ന് അദ്ദേഹം പിടിച്ചെടുത്തു. പോർച്ചുഗീസ് രാജാക്കന്മാരുടെ ബാഡ്ജ് ആലേഖനം ചെയ്ത സ്വർണം, വെള്ളി, വെങ്കല നാണയങ്ങൾ അദ്ദേഹം പുറത്തിറക്കി. പിന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, മാനുവൽ കോട്ട പണികഴിപ്പിച്ചത് അദ്ദേഹമാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ പണികഴിപ്പിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. ഇനി ബാക്കി നമുക്ക് നോക്കാം. 1524 അൽബർക്വിക്കിന് ശേഷം മൂന്നാമത്തെ വൈസ്രോയിയായി എത്തിയ വ്യക്തിയായിരുന്നു ആര്, വാസ്കോഡ് ഗാമ. നമ്മൾ വാസ്കോഡ് ഗാമയെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടു 3 തവണ വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ വർഷമാണ് ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷങ്ങൾ? 1498, 1502, 1524. ഇങ്ങനെ 3 വർഷങ്ങളിലായി വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ വർഷം അദ്ദേഹം പ്രാവശ്യം വന്ന് വൈസ്രോയി ആയാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന്റെ കാലാവധി വളരെ കുറവായിരുന്നു. പിന്നീട് അദ്ദേഹം ചെയ്തു മലേറിയ ബാധിച്ചു മരിച്ചു. നമ്മൾ കണ്ടു, കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു. 1539 അദ്ദേഹത്തിന്റെ ബോഡിയെ പിന്നീട് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അടുത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈസ്രോയി ആണ് നനോഡി കൻഹ. നനോഡി കൻഹ എന്നും കുൻഹ എന്നും ഒക്കെ എഴുതും. CUNHA ആണ് അതിന്റെ സ്പെല്ലിംഗ്. നനോഡി കൻഹ അല്ലെങ്കിൽ കുൻഹ എന്നൊക്കെ പല ബുക്കിലും പല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നനോഡി കൻഹയാണ്. 1530 അദ്ദേഹം ഇന്ത്യയിലെ പോർച്ചുഗീസ് സർക്കാരിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന്, മെയിൻ സെന്റർ കൊച്ചിയാണ്. അവര് കോഴിക്കോട് എന്താണ് രാജാവിനോട് ഉള്ള ഒരു ദേഷ്യം കാരണം എന്ത് ചെയ്തു, കോഴിക്കോടിന്റെ ശത്രു രാജ്യമാണ് കൊച്ചി. അതുകൊണ്ട് മനഃപൂർവ്വം വന്ന് കൊച്ചിയിൽ ആസ്ഥാനം ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ സെന്റർ എവിടെയായിരുന്നു, കൊച്ചി ആയിരുന്നു. ഈ കൊച്ചി ആയിരുന്ന മെയിൻ സെന്ററിനെ പിന്നീട് ഗോവയിലേക്ക് മാറ്റിയ വ്യക്തിയായിരുന്നു നനോഡി കൻഹ. ഗുജറാത്തിലെ ബഹദൂർ ഷായിൽ നിന്ന് ദിയുവും ബസീനും, ഓക്കെ, ദമാൻ ആൻഡ് ദിയുവും ബസീനും, ശരിക്കും ബെയ്സൺ എന്നുള്ളതാണ്, അദ്ദേഹം പിടിച്ചെടുത്തു. ചാലിയങ്കോട്ട പണി കഴിപ്പിച്ചത് അദ്ദേഹമാണ്. ചാലിയങ്കോട്ട ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച കോട്ടയാണ് എന്ത്, ചാലിയങ്കോട്ട. നമ്മൾ നേരത്തെ കണ്ടു മാനുവൽ കോട്ട. മാനുവൽ കോട്ട ആരാണ് പണി കഴിപ്പിച്ചത്? അൽഫോൺസോ ഡി ആൽബർക്വിക്ക് ആണ്. സെന്റ് ആഞ്ചലോസ് കോട്ടയാണെങ്കിലോ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അപ്പൊ അൽമേഡ സെന്റ് ആഞ്ചലോസ് കോട്ടയും, അൽഫോൺസോ ഡി ആൽബർക്വിക്ക് ആണെങ്കിൽ മാനുവൽ കോട്ടയും, നനോഡി കൻഹയാണെങ്കിലോ ചാലിയം കോട്ടയും പണി കഴിപ്പിച്ചു. അപ്പൊ മാറിപ്പോലെ ഇമ്പോർട്ടന്റ് ആണ്. മാനുവൽ അന്റോണിയോ വെസലോ ഇ സിൽവയായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ. അപ്പൊ ഈ പോയിന്റ് SCRT-യിലില്ല, NCERT-യിലുള്ള പോയിന്റ് ആണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഓക്കെ, ഗോതിക് ശൈലി എന്ന് പറയും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഗോതിക് ശൈലി. അപ്പൊ ഇതൊരു ചർച്ചിന്റെ, പള്ളിയുടെ പിക്ചറാണ്. അപ്പൊ ഈ ഒരു നമ്മൾ പഴയ കാലത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള പള്ളികളൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒത്തിരി പള്ളികളുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച ഒരു പള്ളിയുണ്ട്. എവിടെയാണ്, വഴുതക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സെയിം സ്റ്റൈലിലുള്ള ഒരു പള്ളിയുണ്ട്. അത് പോർച്ചുഗീസുകാർ പണ്ട് വന്നപ്പോൾ പണി കഴിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ശൈലിയാണ് എന്ത്, ഈ ഒരു സ്ട്രക്ചറിനെ, കൺസ്ട്രക്ഷൻ സ്ട്രക്ചറിനെ എന്ത് പറയും, ഗോതിക് ശൈലി എന്ന് പറയും. അപ്പൊ ഗോതിക് ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ശക്തികൾ ആരാണ്? യൂറോപ്യന്മാരില് പോർച്ചുഗീസുകാരാണ്. ഇനി കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. അപ്പൊ ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മട്ടാഞ്ചേരി പാലസ് കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയത് ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. ഇനി മറ്റെന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഇന്ത്യയിൽ ചവിട്ട് നാടകം പ്രോത്സാഹിപ്പിച്ചു. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഒരു കൃതിയുണ്ട്. ഈ കൃതി എന്താണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നാണ് പേര്. ഇത് എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. അപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഒരു കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇതാരാണ് എഴുതിയത്?
ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഇനി കണ്ണൂർ സന്ധി, പൊന്നാനി സന്ധി എന്നിവ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിലുള്ളതാണ്. കണ്ണൂർ സന്ധി 1513-ലും പൊന്നാനി സന്ധി 1540-ലുമാണ് നടന്നത്. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരാണ്. ഈ സാമൂതിരിമാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രാജാക്കന്മാരെയൊക്കെ എന്ത് പറയും, രാജാവ് എന്ന് പറയും അല്ലെ, അതൊരു സ്ഥാനമാണ്. അതുപോലെ സാമൂതിരി എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ്. ഓക്കെ, രാജാവിന് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് സാമൂതിരി എന്ന് പറഞ്ഞാല്. കോഴിക്കോട് സാമൂതിരിമാരെ എന്ത് പറയുന്നു, നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ നെടിയിരിപ്പ് സ്വരൂപം എന്നാണ് കോഴിക്കോടുള്ള സാമൂതിരിമാര് അറിയപ്പെട്ടിരുന്നത്. എന്താണ് സ്വരൂപങ്ങൾ? ചെറുകിട രാജ്യങ്ങളെ നമ്മൾ എന്ത് പറയും, സ്വരൂപങ്ങൾ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഇന്ത്യയിൽ ചവിട്ട് നാടകം പ്രോത്സാഹിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന കൃതി ഏതാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണ്. അത് എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. കണ്ണൂർ സന്ധി, പൊന്നാനി സന്ധി എന്നിവ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഉള്ളതാണ്. കണ്ണൂർ സന്ധി 1513-ലും പൊന്നാനി സന്ധി നടന്നത് 1540-ലുമാണ്. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരാണ്. കോഴിക്കോട് സാമൂതിരി അറിയപ്പെട്ടിരുന്ന എന്തായിരുന്നു? നെടിയിരിപ്പ് സ്വരൂപം എന്നായിരുന്നു. സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുകിട രാജ്യങ്ങളെയാണ് സ്വരൂപങ്ങൾ എന്ന് പറയപ്പെടുന്നത്. മറ്റു സ്വരൂപങ്ങളും ഉണ്ട്. ഇത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു, കോഴിക്കോടിനെയാണ് നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ. സ്വരൂപം എന്ന് പറഞ്ഞാൽ ചെറുകിട രാജ്യങ്ങളാണ്. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചിയാണ്. കൊച്ചിയെ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയും. ഇനി തൃപ്പാപ്പൂർ സ്വരൂപമാണെങ്കിലോ വേണാടിനെ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയും. ഇളയിടത്ത് സ്വരൂപമാണെങ്കിലോ കൊട്ടാരക്കരയാണ് ഇളയിടത്ത് സ്വരൂപം എന്ന് പറയുന്നത്. തൃപ്പാപ്പൂർ സ്വരൂപം നമ്മൾ പറഞ്ഞു, തിരുവിതാംകൂർ വേണാടി ഒരു ഭാഗത്തിനെയാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഇളയിടത്ത് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് നെടിയിരിപ്പും. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. അടുത്ത നോക്കിയേ, പോർച്ചുഗീസുകാർ കുറേ അധികം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ കൊണ്ടുവന്ന ഏതൊക്കെയാണ്? ഇത് ചോദിച്ചിട്ട് ഇതിൽ കൊണ്ടുവന്നത് ഏതാണ്, കൊണ്ടുവരാത്ത ഏതാണെന്നൊക്കെ ബ്രാക്കറ്റിൽ നമുക്ക് കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻ ചിലപ്പോൾ കാണേണ്ടി വരും. നമുക്ക് നോക്കാം. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി. ഇത്രയും കാര്യങ്ങൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ്? കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി. ഇതിന് പ്രത്യേകിച്ച് കോഡൊന്നും കണ്ടില്ല. കോഡ് ഉണ്ടെങ്കിൽ നമുക്കിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ കോഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഇനി പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിർമ്മിച്ച നിർമ്മിതികൾ നമ്മൾ തൊട്ടു മുന്നേ കണ്ടതാണ്. വീണ്ടും ഒന്ന് റിവിഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് ആഞ്ചലോ കോട്ടയാണ്. ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അൽഫോൺസോ ഡി അൽമേഡയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരിലാണ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് മാനുവൽ കോട്ടയാണെങ്കിലോ അൽഫോൺസോ ഡി അൽബർക്കാണ് അത് പണി കഴിപ്പിച്ചത്. കൊച്ചിയിലാണ് മാനുവൽ കോട്ട. ചാലിയം കോട്ടയാണെങ്കിലോ നനോഡി കൻഹയാണ് പണി കഴിപ്പിച്ചത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ് ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, പോർച്ചുഗീസുകാർ കോഴിക്കോട് എത്തിയ സമയത്തെ സാമൂതിരി ആരായിരുന്നു? മാനവിക്രമൻ നമ്പൂതിരിയാണ്. അപ്പൊ പോർച്ചുഗീസുകാര് കോഴിക്കോട് എത്തിയപ്പോ സാമൂതിരിമാരായിരുന്നു ഭരിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു. ഏത് സാമൂതിരി ആയിരുന്നു? മാനവിക്രമൻ നമ്പൂതിരിയായിരുന്നു. ഇനി മറ്റൊരു കാര്യമാണ് രേവതി പട്ടത്താനം. പോർച്ചുഗീസുകാരുടെ ഭരണകാലത്ത് കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു വിദ്വൽ സദസ്സാണ് രേവതി പട്ടത്താനം. ഇത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സദസ്സായിരുന്നു. രേവതി നക്ഷത്ര ദിവസമായിരുന്നു ഇത് ആരംഭിച്ചിരുന്നത്. എവിടെയാണ് നടത്തപ്പെട്ടിരുന്നത്? കോഴിക്കോടുള്ള തളി ക്ഷേത്രത്തിലാണ് ഇത് നടത്തപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞാലി മരക്കാർ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ. അപ്പൊ ആരായിരുന്നു കുഞ്ഞാലി മരക്കാർ? കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയിലായിരുന്നു ഇവരുടെ ആസ്ഥാനം. പ്രധാനമായും കുഞ്ഞാലി മരക്കാർ 4 പേരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. പ്രധാനമായും 4 കുഞ്ഞാലിമാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞാലി മൂന്നാമനാണ്. അപ്പൊ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരായിരുന്നു? കുഞ്ഞാലി മൂന്നാമനാണ്. ഇനി ചാലിയങ്കോട്ട ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായിരുന്നു? സാമൂതിരിയുടെ കഴുത്തിന് നേരെ നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയങ്കോട്ടയാണ്. ഇനി പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെടുന്ന രാജാവ് പുറക്കാട് രാജയാണ് കേട്ടോ. പുറക്കാട്
രാജാവാണ്. ഈ കുഞ്ഞാലി മരക്കാർക്ക് വേറൊരു വിശേഷണം കൂടെ ഉണ്ട്, മുസ്ലിങ്ങളുടെ രാജാവ്. മുസ്ലിങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞാലി മരക്കാരാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധികാരി എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധികാരി എന്നറിയപ്പെട്ടിരുന്നു. നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട വേറെയും ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് അല്ലെ, അദ്ദേഹം ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഒന്ന് നമ്മൾ എന്ത് പറഞ്ഞു? വാസ്കോഡ് ഗാമയെ കുറിച്ച് പറഞ്ഞു. വാസ്കോഡ് ഗാമയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വാസ്കോഡ് ഗാമയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധികാരി എന്ന് ആരെ വിളിച്ചിരുന്നു? കുഞ്ഞാലി മരക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഹാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഓക്കെ, അപ്പൊ ഫത്ഹുൽ മുബീൻ ആരാണ് എഴുതിയത്? ഹാസി മുഹമ്മദ് ആണ് എഴുതിയത്. എന്താണ് അതിന്റെ പ്രത്യേകത? ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഹാസി മുഹമ്മദ് എഴുതിയ കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഇനി 1600-ൽ കുഞ്ഞാലി മരക്കാരെ വധിച്ചു. പോർച്ചുഗീസുകാരനായ ആന്ദ്രേ ഫൂർട്ട ഡോവ് ആണ് അദ്ദേഹത്തെ വധിച്ചത്. അപ്പൊ 1600-ലാണ് കുഞ്ഞാലി മരക്കാർ മരിക്കുന്നത്. അദ്ദേഹത്തിനെ വധിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരനായ ആന്ദ്രേ ഫൂർട്ട ഡോവാണ്. സാമൂതിരിയുടെ കഴുത്തിന് നേരെ നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന എന്താണ്? ചാലിയം കോട്ടയാണ്. പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെടുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു, പുറക്കാട് രാജാവാണ്. മുസ്ലിങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാറാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധികാരി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞതാണ്. ചാലിയൻകോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഹാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഇനി പോർച്ചുഗീസുകാരുടെ സമയത്ത് നടന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഉദയംപേരൂർ സൂനകദോസും കൂനൻ കുരിശ് പ്രതിജ്ഞയും. ഉദയംപേരൂർ സൂനകദോസ് നടന്നത് വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1599-ലാണ് ഈ ഉദയംപേരൂർ സൂനകദോസ് നടന്നത്. പോർച്ചുഗീസുകാരുടെ കാലത്താണ് ഇത് നടന്നത്. എന്താണ് സംഭവം? ഇത് കേരളത്തിലുണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ മതം മാറ്റി കത്തോലിക്കരാക്കാൻ നടത്തിയതാണ് ഉദയംപേരൂർ സൂനകദോസ്. അതൊരു മീറ്റിംഗ് ആണ് കേട്ടോ, ഒരു മീറ്റിംഗ് ആണ്. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളാണ്, പോർച്ചുഗീസുകാരാണെങ്കിൽ കത്തോലിക്കരാണ്. അപ്പൊ ഈ സുറിയാനി ക്രിസ്ത്യാനികളെ കത്തോലിക്കരാക്കാൻ വേണ്ടി നടത്തിയ ഒരു സമ്മേളനമാണ് ഉദയംപേരൂർ സൂനകദോസ് എന്ന് പറഞ്ഞത്. രണ്ടാമത് നടന്നതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. ഓക്കെ, നടന്നത് 1653-ൽ. ഇമ്പോർട്ടന്റ് ആണ്. കൂനൻ കുരിശ് സത്യം എന്നും പറയും. കൂനൻ കുരിശ് സത്യം അല്ലെങ്കിൽ കൂനൻ കുരിശ് പ്രതിജ്ഞ. ഇതെവിടെയാണ് നടന്നത്? മട്ടാഞ്ചേരിയിലാണ് നടന്നത്. പോർച്ചുഗീസുകാരുടെ മത നിലപാടിനെ സുറിയാനി ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ അതിനെതിരായി നടന്നതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. അപ്പൊ ഉദയംപേരൂർ സൂനകദോസ് എന്ന് പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യാനികളെ കത്തോലിക്കരാക്കാൻ വേണ്ടി നടത്തിയതാണ് ഉദയംപേരൂർ സൂനകദോസ്. കൂനൻ കുരിശ് പ്രതിജ്ഞയാണെങ്കിലോ, അപ്പൊ ഈ ഒരു നിലപാട്, പോർച്ചുഗീസുകാരുടെ ഈ ഒരു നിലപാടിനെതിരെ സുറിയാനി ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ നടന്നതാണിത് കൂനൻ കുരിശ് പ്രതിജ്ഞ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവ ഓരോന്നായിട്ട് പഠിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.